നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കി വരാം വാർത്തകൾ വേഗത്തിൽ. ഹരിയാനയിൽ ബിജെപി സർക്കാർ പ്രതിസന്ധിയിൽ 3 സ്വതന്ത്ര എംഎൽഎമാർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. 42 സീറ്റുകളിലേക്ക് ചുരുങ്ങിയ എൻഡിഎക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായി. കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് സ്വതന്ത്ര എംഎൽഎമാർ. മൂന്നാം ഘട്ടത്തിലും കുതിക്കാതെ പോളിംഗ്. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് പോൾ ചെയ്തത് 61.36% മാത്രം. ബംഗാളിൽ മികച്ച പോളിംഗ്, കുറവ് മഹാരാഷ്ട്രയിൽ. കർണാടകയിൽ കോൺഗ്രസിനെതിരെ ബിജെപി പ്രചരിപ്പിച്ച വിദ്വേഷ വീഡിയോ എക്സിൽ നിന്ന് നീക്കാൻ ഉത്തരവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജിലൻസ് കോടതി വിധി തിരിച്ചടിയെന്ന് മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പ്രതിസ്ഥാനത്ത് നിർത്തണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കുഴൽനാടൻ. കേസിൽ അപ്പീൽ പോകുമെന്നും മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ ബോധപൂർവം നുണപ്രചാരണം നടത്തുകയാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഇതൊന്നും ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്നും കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും EP ജയരാജൻ. വിജിലൻസ് കോടതി വിധി അന്തിമമല്ലെന്ന് K സുധാകരൻ. നിയമകാര്യങ്ങളിൽ മാത്യു കുഴൽനാടന് വേണ്ടുവോളം അറിവുണ്ടെന്നും തിരുത്തേണ്ട കാര്യമില്ലെന്നും K സുധാകരൻ. കുഴൽനാടന്റെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ തിരിച്ചടിയാകുന്നുവെന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനം. K സുധാകരന്റെ വിരട്ടലിൽ വഴങ്ങിയ ഹൈക്കമാൻഡ്. സുധാകരൻ KPCC അധ്യക്ഷനായി നാളെ വീണ്ടും ചുമതലയേൽക്കും. KPCC അധ്യക്ഷൻ ഇപ്പോഴും താൻ തന്നെയെന്ന് സുധാകരൻ. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് പിന്നാലെ വാർത്താ സമ്മേളനം ഒഴിവാക്കി MM ഹസൻ. തെരഞ്ഞെടുപ്പ് വിശകലനത്തിനായി ചേർന്ന BJP സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ തമ്മിലടി. K സുരേന്ദ്രനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു. PK കൃഷ്ണദാസ് പക്ഷം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. മുരളീധര പക്ഷം തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം യോഗത്തിൽ ഉന്നയിച്ച ശോഭാ സുരേന്ദ്രൻ. യോഗത്തിൽ ശോഭയ്ക്ക് കടുത്ത അതൃപ്തി. ദില്ലി മദ്യനയ കേസിൽ EDയെ കുടഞ്ഞ സുപ്രീം കോടതി. കെജ്രിവാളിന്റെ അറസ്റ്റിൽ EDയുടെ വാദം അംഗീകരിക്കാൻ കഴിയില്ല. കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി റോസ് അവന്യൂ കോടതി മെയ് 20 വരെ നീട്ടി. അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ നിന്ന് ഉത്തരവില്ല. ഇന്നത്തെ വാദം പൂർത്തിയായി. ജാമ്യ ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനിയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തിരുവല്ലയിൽ യുവതിക്ക് നേരെ മദ്യപന്റെ ആക്രമണം. ബൈക്കിൽ സഞ്ചരിച്ച യുവതിയെ വലിച്ചു താഴെയിട്ടു. പ്രതി ജോജോ അറസ്റ്റിൽ. കാസർഗോഡ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അച്ഛനും മക്കളും മരിച്ചു. അപകടം മൂകാംബികയിൽ നിന്ന് മടങ്ങി വരുന്നതിനിടെ. തൃശൂർ സ്വദേശികളായ ശിവകുമാർ, മക്കളായ ശരത്, സൗരവ് എന്നിവരാണ് മരിച്ചത്. അന്തരിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. പാങ്ങോട് വീട്ടിലും വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലും പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 2:30 തൈക്കാട് ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം. അന്തരിച്ച ചലച്ചിത്ര നടി കനകലതയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. രാവിലെ മലയിൻ കീഴ് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 11 മണിയോടെ തൈക്കാട് ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം. മറവി രോഗവും പാർക്കിൻസൺസ് രോഗവും ബാധിച്ച് ചികിത്സയിലിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം.
തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ടിപ്പർ ലോറി കത്തി നശിച്ചു. 12 മണിയോടെയായിരുന്നു സംഭവം. വിഴിഞ്ഞത്തേക്ക് പാറ കൊണ്ടുപോയി മടങ്ങുന്ന ടൊറസ് ലോറിയാണ് കത്തിയത്. ക്യാബിൻ പൂർണ്ണമായും കത്തി. ജമ്മുകശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. കുൽഗാമയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശം വളഞ്ഞ സൈന്യം തിരച്ചിൽ തുടരുന്നു. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി. മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതി നുണ പ്രചരിപ്പിച്ചെന്നും BJP സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തിയെന്നുമാണ് പരാതി. മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹേമന്ത് കർക്കറയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയാണ് BJPയെ ചൊടിപ്പിച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ടിപ്പറിനടിയിൽപ്പെട്ട് യുവതിക്ക് ദാരുണാന്ത്യം. പെരുമാതുറ സ്വദേശിനി റുക്സാനയാണ് മരിച്ചത്. ഓവർടേക്ക് ചെയ്തു വന്ന ടിപ്പർ ഇടത്തേക്കൊതുക്കിയപ്പോൾ ലോറിയിൽ തട്ടി യുവതി ടയറിനടിയിലേക്ക് വീഴുകയായിരുന്നു. കോട്ടയം വാകത്താനത്ത് കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രം ഉപയോഗിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 19കാരൻ അസം സ്വദേശി ലേമാൻ കിഷ്കിനെയാണ് തമിഴ്നാട് സ്വദേശിയായ പാണ്ഡിതുരെ കൊലപ്പെടുത്തിയത്. പാലക്കാട് പ്രസ് ക്ലബ് ലൈബ്രറിയിലേക്ക് എഴുത്തുകാരനും കൈരളി TV ഡയറക്ടറുമായ TR അജയൻ പുസ്തകങ്ങൾ സമ്മാനിച്ചു. 150 പുസ്തകങ്ങളാണ് നൽകിയത്. പ്രസ് ക്ലബ് ഭാരവാഹികൾ പുസ്തകം ഏറ്റുവാങ്ങി. മലപ്പുറം മുന്നിയൂർ ആലിൻ ചുവട്ടിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു. ആലിൻ ചുവട് സ്വദേശി പാങ്ങാട് കുഞ്ഞി മുഹമ്മദാണ് മരിച്ചത്. സുഹൃത്ത് പാങ്ങാട് മുജീബിന് പരുക്കേറ്റു. മലപ്പുറം നിലമ്പൂർ എരഞ്ഞിമങ്ങാട് UP സ്കൂളിന് സമീപം കിണറ്റിൽ യുവാവിന്റെ മൃതദേഹം. അമ്മാടൻ ഷിബു ആണ് മരിച്ചത്. കിണറിന്റെ പടവിലിരിക്കുമ്പോൾ അബദ്ധത്തിൽ വീണതാകാമെന്നാണ് സംശയം. മൃതദേഹം നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത. കൊല്ലം പരവൂരിൽ ഭാര്യയെയും മകളെയും കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഗൃഹനാഥനും മകനും ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിൽ. മുസ്ലിം ലീഗ് നേതാവും പ്രഭാഷകനുമായ PH അബ്ദുള്ള മാസ്റ്റർ അന്തരിച്ചു. അസുഖത്തെ തുടർന്ന് കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു. മാപ്പിള കലാ അക്കാദമി സ്ഥാപകനും സംസ്ഥാന പ്രസിഡന്റുമായ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് നാഫിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. പാലക്കാട് ജില്ലയിലെ നാട്ടുകൽ, മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ സ്റ്റേഷൻ പരിധികളിൽ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പത്തനംതിട്ടയിൽ കലാകായിക മത്സരങ്ങൾ, പരിപാടികൾ പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നിർബന്ധമായും ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ. ഈ മാസം 2-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ ഉത്തരവ്. ബോയിംഗ് സ്റ്റാർലൈനർ വിക്ഷേപണം മാറ്റിവെച്ചു. റോക്കറ്റിലെ ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തി. പേടകത്തിൽ കയറിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചിറക്കി. പാലക്കാട് മണ്ണാർക്കാട് കോഴി ഫാമിലുണ്ടായ അഗ്നിബാധയിൽ 3000 കോഴിക്കുഞ്ഞുങ്ങൾ വെന്തുചത്തു. മണ്ണാർക്കാട് കണ്ടമംഗലം പനമ്പള്ളി അരിയൂർ ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അഗ്നിബാധ. പെരുമ്പാവൂർ കണ്ടന്തറയിൽ ഹെറോയിനുമായി അസം സ്വദേശി പിടിയിൽ. ഐനുൽ ഹക്കിനെയാണ് കുന്നത്തുനാട് സർക്കിൾ എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 14 ഗ്രാം ഹെറോയിൻ പിടികൂടി.
പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം 25 വയസ്സ് പ്രായം വരുന്ന പിടിയാനയാണ് ചരിഞ്ഞത്. ചെന്നൈ എക്സ്പ്രസ് ഇടിച്ചാണ് അപകടം. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കഞ്ചിക്കോട് ട്രെയിൻ ഇടിച്ച് ആനകൾ ചെറിയുന്ന സംഭവം ഗൗരവമായി കാണേണ്ടതാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ റെയിൽവേയുമായി സംസാരിച്ചിരുന്നു. അപകടമുണ്ടാക്കിയ ട്രെയിൻ വേഗപരിധി പാലിച്ചില്ല. ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുകയാണെന്നും മന്ത്രി. കോട്ടയം നീണ്ടൂരിൽ ഏത്തവാഴത്തോട്ടം നശിച്ചു. 2 യുവ കർഷകർ ചേർന്ന് കൃഷിയിറക്കിയ 3000-ഓളം ഏത്തവാഴകളാണ് കരിഞ്ഞുണങ്ങിയത്. വിളവെടുപ്പിന് പാകമായി വരുമ്പോഴാണ് ഏത്തവാഴകൾ വീണുപോയത്. മന്ത്രവാദത്തിന്റെ പേരിൽ മൂന്നാർ ചെണ്ടുവര എസ്റ്റേറ്റിൽ സ്ത്രീകളുടെ പണം തട്ടിയ ആളുകളെ തൊഴിലാളികൾ പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തെയാണ് തൊഴിലാളികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആശുപത്രികളിൽ രക്തക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പുമായി ഡിവൈഎഫ്ഐ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 20 ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തം ദാനം ചെയ്യും. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്കാണ് ഫലപ്രഖ്യാപനം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരത്തെയാണ് ഇത്തവണ പ്രഖ്യാപനം. കോഴിക്കോട് പേരാമ്പ്രയിൽ കൊടും ചൂട് കാരണം നേന്ത്രവാഴകൾ നശിക്കുന്നു. ആവളക്കുട്ടോത്ത് ഇടക്കുനിത്താഴത്താണ് വാഴത്തോട്ടം വ്യാപകമായി കരിഞ്ഞുണങ്ങിയത്. പാലക്കാട് ആനക്കര കൂടല്ലൂരിൽ കാർ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുമ്പിടി ഭാഗത്തു നിന്നും കൂടല്ലൂരിലേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. കാറിൽ 3 പേർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരുക്കില്ല. IMA കേരള നടത്തിയ സമന്വയ സ്റ്റേറ്റ് കൾച്ചറൽ ഫെസ്റ്റിവൽ മലമ്പുഴയിൽ വെച്ച് നടന്നു. 14 ജില്ലകളിൽ നിന്ന് 300ഓളം ഡോക്ടർമാർ, കലാകാരന്മാർ 20ഓളം ഇനങ്ങളിൽ മത്സരിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നാട്ടികയിൽ ജർമ്മൻ സ്വദേശിയായ വനിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശി 24 വയസ്സുള്ള അഴകേശനെയാണ് വല്ലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. JCI JAC ക്രിക്കറ്റ് ലീഗ് കോഴിക്കോട് ചെറുവണ്ണൂരിൽ നടന്നു. ശാരദാ മന്ദിരം എമിറേറ്റ്സ് ഫുട്ബോൾ ടർഫിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം കോഴിക്കോട് മേഖലയിലെ 8 ടീമുകൾ പങ്കെടുത്തു. ക്രിക്കറ്റ് കളിക്കിടെ പന്ത് സ്വകാര്യ ഭാഗത്ത് തട്ടി 11 വയസ്സുകാരന് ദാരുണാന്ത്യം. പൂനെ സ്വദേശിയായ ശൗര്യയാണ് മരിച്ചത്. ദില്ലി കാരവാൾ നഗറിൽ വ്യാജ മസാലകൾ പിടികൂടി. 15 ടണ്ണോളം മായം ചേർത്ത മസാലകളാണ് ദില്ലി പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ഞായറാഴ്ച നടന്ന നീറ്റ് പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയതിന് 3 MBBS വിദ്യാർത്ഥികളടക്കം 5 പേർ അറസ്റ്റിൽ. പരീക്ഷ എഴുതാനെത്തിയ MBBS വിദ്യാർത്ഥിയും സഹായികളുമാണ് രാജസ്ഥാനിൽ പിടിയിലായത്. കാച്ചാറിൽ പന്നിപ്പനി ബാധിച്ച് കുത്തി മരിച്ചു. ഫർഹാനയാണ് മരിച്ചത്. പന്നിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. വയസ്സുകാരനായ മകനെ മുതലകൾ നിറഞ്ഞ കനാലിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ പിടിയിൽ. കർണാടകയിലെ ഉത്തര കന്നഡയിലാണ് സംഭവം. കൊലപാതകത്തിൽ സാവിത്രി എന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമേരിക്കയുടെ ടെക് വ്യവസായത്തിന് ഇന്ത്യക്കാരില്ലാതെ നിലനിൽപ്പില്ലെന്ന് സിലിക്കൺ വാലി സെൻട്രൽ ചേംബർ ഓഫ് കൊമേഴ്സ് CEO ഹർബീർ കെ ഭാട്ടിയ. അമേരിക്കയുടെ ടെക് ഇൻഡസ്ട്രിക്കായി ഇന്ത്യക്കാർ കാര്യമായ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അത് അതിന്റെ നിലനിൽപ്പിന് നിർണായകമെന്നും ഹർബീർ.
കാനറ ബാങ്കിൽ നിന്നും 538 കോടി രൂപയുടെ വായ്പ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയലിന് ബോംബെ ഹൈക്കോടതി 2 മാസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. ആരോഗ്യപരമായ കാരണങ്ങൾ കണക്കിലെടുത്താണ് ജാമ്യം. നിലവിലില്ലാത്ത വിമാനങ്ങളിലെ സീറ്റുകൾ വിൽപ്പന നടത്തിയ എയർലൈൻസിന് വൻ തുക പിഴ ചുമത്തിയത് ഓസ്ട്രേലിയൻ വിമാന കമ്പനി ക്വാണ്ടാസ് എയർവേസിന്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഓസ്ട്രേലിയൻ ഉപഭോക്തൃ കമ്മീഷൻ ക്വാണ്ടാസിനെതിരെ നടപടികൾ ആരംഭിച്ചത്. പ്രേത വിമാന കേസ് എന്നാണ് ഈ കേസ് അറിയപ്പെടുന്നത്. പ്രളയക്കെടുതിയിൽ ബ്രസീലിൽ ജീവൻ നഷ്ടമായത് 75 പേർക്ക്, കാണാതായത് 100-ലേറെ പേരെ, വെള്ളത്തിനടിയിലായത് പ്രധാന നഗരങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ. ബ്രിട്ടനിലെ ഏറ്റവും ഭാരം കൂടിയ മനുഷ്യന് ദാരുണാന്ത്യം. 317 കിലോഗ്രാം ഭാരമുള്ള ജേസൺ ഹോൾട്ടനാണ് മരിച്ചത്. ആന്തരിക അവയവങ്ങളുടെ തകരാർ മൂലമായിരുന്നു മരണം. $5 ലക്ഷത്തിലേറെ സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്ത് പാകിസ്ഥാൻ. ബ്ലോക്ക് ചെയ്തത് 2023-ലെ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാത്തവരുടെ സിം കാർഡുകൾ. നടപടി ഇൻകം ടാക്സ് ജനറൽ ഓർഡർ പ്രകാരം. ബാൾട്ടിമോർ പാലം അപകടം ഉത്തരവാദികൾ കപ്പൽ ഉടമകളും നടത്തിപ്പുകാരുമെന്ന് കോടതിയിൽ റിപ്പോർട്ട്. കാര്യക്ഷമതയില്ലാത്ത ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിൽ. യുദ്ധവിമാനം പറത്താൻ നിർമ്മിത ബുദ്ധി സംവിധാനവുമായി US. കാലിഫോർണിയയിലെ എഡ്വേർഡ് വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആദ്യ പരീക്ഷണം വിജയകരം. US വ്യോമസേനാ സെക്രട്ടറി ഫ്രാങ്ക് കെൻഡലുമായി F-16 വിസ്റ്റ യുദ്ധവിമാനം പരീക്ഷണം നടത്തി. മലയാളം മിഷൻ ദുബായ് ചാപ്റ്ററിന്റെ 98 സെന്റർ പ്രവേശനോത്സവം എമിറേറ്റ്സ് അപ്പാർട്ട്മെന്റ് ഹാളിൽ വെച്ച് നടന്നു. ശാസ്ത്രപാഠ പുസ്തക രചയിതാവും കവിയുമായ ഡോക്ടർ TV വിനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒമാൻ സുഹാറിൽ സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. സുഹാർ മലയാളി സംഘം ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബുമായി സഹകരിച്ച് നടത്തിയ മെഗാ തിരുവാതിരയിൽ 300ഓളം നർത്തകിമാരാണ് ചുവടുവെച്ചത്. അബുദാബിയിൽ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി പോലീസ്. അശ്രദ്ധമായ ഡ്രൈവിംഗും വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതും കാരണം ചുവന്ന ലൈറ്റ് ലംഘിച്ചതിന് നിരവധി ഡ്രൈവർമാർക്ക് പിഴ ചുമത്തി. സ്പീഡ് ന്യൂസ് അവസാനിക്കുകയാണ്.